കാർവാറിലെ നാവിക താവളത്തിൽ നടന്ന ഒരു ചടങ്ങിൽ ഇന്ത്യൻ നാവികസേന ഒരു സ്റ്റിച്ച്ഡ് സെയിൽ കപ്പൽ നാവികസേനയിൽ ഉൾപ്പെടുത്തി. INSV കൗണ്ടിന്യ. ഇന്ന് ലോകത്തെവിടെയും അത്തരമൊരു കപ്പൽ നിലവിലില്ല, അല്ലെങ്കിൽ സർവീസിലില്ല. അജന്ത ഗുഹകളിലെ ഒരു പെയിന്റിംഗിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന 5-ാം നൂറ്റാണ്ടിലെ ഒരു കപ്പലിന്റെ മാതൃകയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റിച്ച്ഡ് ഷിപ്പ് എന്നാൽ തടി, കയർ, പ്രകൃതിദത്ത റെസിൻ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു യുണീക്കായ കപ്പലാണ്. ഗുജറാത്തിൽ നിന്ന് ഒമാനിലേക്കുള്ള പുരാതന വ്യാപാര പാതയിലൂടെ കടന്നുപോകുന്ന ചരിത്രപരമായ ഒരു സമുദ്രാന്തര യാത്രയ്ക്കാണ് കപ്പൽ ഒരുങ്ങുന്നതെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയിലെ 15-അംഗ സംഘത്തോടുകൂടി കപ്പൽ ഈ വർഷം അവസാനം യാത്ര ആരംഭിക്കുമെന്നാണ് വിവരം. പരമ്പരാഗത തുന്നൽ വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കപ്പലിന് ഒരു പുരാതന ഇന്ത്യൻ നാവികന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രണയകഥ ഒരു രാജ്യത്തിന്റെ പിറവിയിലേക്ക് വരെ നയിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ അഭിപ്രായത്തിൽ തുന്നിച്ചേർത്ത കപ്പലായ INSV കൗണ്ടിന്യയിൽ ആധുനിക കപ്പലുകൾക്ക് പൂർണ്ണമായും അന്യമായ സ്ക്വയർ ഷേപ്പിലുള്ള സെയിലുകളും സ്റ്റിയറിംഗ് ഓറുകളും, അതായത് തുഴകളുമുണ്ട്. കപ്പലിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത് ഈ തുഴകളാണ്. അതിലൊരു മെയിൻ മാസ്റ്റ്, മിസിൻ മാസ്റ്റ്, ബൗസ്പിരിറ്റ് മാസ്റ്റ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. INSV കൗണ്ടിന്യയ്ക്ക് നിരവധി സാംസ്കാരിക പ്രാധാന്യമുള്ള സവിശേഷതകളുണ്ട്. കപ്പലിന്റെ സെയിലുകളിൽ ഗന്ധപേരുണ്ടയുടെയും സൂര്യന്റെയും രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ബോയിൽ ശില്പം ചെയ്ത സിംഹയാലിയുണ്ട്. പ്രതീകാത്മകമായ ഒരു ഹാരപ്പൻ ശൈലിയിലുള്ള കല്ല് നങ്കൂരവും. ഓരോ ഘടകങ്ങളും പുരാതന ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പാരമ്പര്യങ്ങളെ ഉണർത്തുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. കയർ, ചകിരി, പ്രകൃതിദത്ത റെസിൻ എന്നിവ ഉപയോഗിച്ച് പരമ്പരാഗത തുന്നൽ വിദ്യകൾ ഉപയോഗിച്ചാണ് കപ്പൽ നിർമ്മിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം മാസങ്ങളോളം സമയമെടുത്ത് കപ്പൽ തട്ടിൽ മരപ്പലകകൾ തുന്നിച്ചേർത്തു എന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ കപ്പലിന് തുഴകൾ, ചതുരാകൃതിയിലുള്ള സെയിലുകൾ, ഹൾ എന്നിവയുണ്ട്. ഇതിന് ചുക്കാനില്ല എന്നും ആധുനിക സെയിലിംഗിൽ സാധാരണയായി ത്രികോണാകൃതിയിലുള്ള സെയിലുകളാണ് ഉപയോഗിക്കുന്നത് എന്നും ചില ഗുണങ്ങളുണ്ടെങ്കിലും നിരവധി ദോഷങ്ങളുണ്ട് എന്നും, കാരണം അടിസ്ഥാനപരമായി കാറ്റിനൊപ്പം സഞ്ചരിക്കേണ്ടതിനാൽ ചതുരാകൃതിയിലുള്ള സെയിലുകൾ ഉപയോഗിച്ച് സെയിൽ ചെയ്യുന്ന വിധം പ്രത്യേകം പഠിക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാൽ പറയുന്നു. ഇന്ത്യയുടെ സമുദ്ര പൈതൃകം പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ഒരു പദ്ധതി ഇന്ത്യൻ നാവികസേന, സാംസ്കാരിക മന്ത്രാലയം, ഗോവ ആസ്ഥാനമായുള്ള കപ്പൽ നിർമ്മാണ കമ്പനിയായ ഹോഡി ഇന്നോവേഷൻസ് OPC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ഒരു ത്രികക്ഷി കരാറിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ രൂപകൽപ്പന, ടെക്നിക്കൽ വാലിഡേഷൻ, നിർമ്മാണ പ്രക്രിയ എന്നിവ നിരീക്ഷിച്ചു. ഇത്തരം കപ്പലുകളുടെ നിലനിൽക്കുന്ന ബ്ലൂ പ്രിന്റുകൾ ഇല്ലാത്തതിനാൽ ഐക്കണോഗ്രാഫിക് സ്രോതസ്സുകളിൽ നിന്ന് ഡിസൈൻ അനുമാനിക്കേണ്ടി വന്നു. ഹൾ രൂപവും പരമ്പരാഗത റിഗ്ഗിങ്ങും പുനർനിർമ്മിക്കുന്നതിന് നാവികസേന കപ്പൽ നിർമ്മാതാവുമായി സഹകരിച്ചു. കൂടാതെ IIT മദ്രാസിലെ മെറൈൻ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഹൈഡ്രോഡൈനാമിക് മോഡൽ പരിശോധനയിലൂടെ ഇന്റേണൽ ടെക്നോളജി വിലയിരുത്തുന്നതിലൂടെയും ഡിസൈൻ വാലിഡേഷൻ ഉറപ്പാക്കി. INSV കൗണ്ടിന്യയുടെ കീൽ സ്ഥാപിക്കൽ 2023 ഫെബ്രുവരിയിൽ ഗോവയിൽ ആരംഭിച്ച് സെപ്റ്റംബറിൽ പൂർണ്ണമായി. ഇന്ത്യൻ നാവികസേനയിൽ INSV കൗണ്ടിന്യയുടെ ഔപചാരികമായ ഉൾപ്പെടുത്തൽ ഇന്ത്യയുടെ സമുദ്ര പൈതൃകത്തിന് ചരിത്രപരവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നീക്കവുമാണ്. ഇനി INSV കൗണ്ടിന്യയ്ക്ക് ആ പേര് എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് കപ്പൽ കയറിയ ഇതിഹാസ ഇന്ത്യൻ നാവികന്റെ പേരിലാണ് INSV കൗണ്ടിന്യ അറിയപ്പെടുന്നത്. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വ്യാപാരിയായ കൗണ്ടിന്യ തന്റെ കപ്പൽ യാത്രയ്ക്കിടെ ഒരു ഇന്ത്യൻ സംഘത്തോടൊപ്പം മെക്കോങ് ഡെൽറ്റ, തെക്കൻ വിയറ്റ്നാമിലെത്തി. അവർ സഞ്ചരിച്ചിരുന്ന ഇന്ത്യൻ വ്യാപാര കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. കൗണ്ടിന്യ അവരെ പരാജയപ്പെടുത്തി. എന്നിരുന്നാലും കപ്പൽ കേടായതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി ബീച്ചിലേക്ക് അയക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അവിടെ ആധുനിക കംബോഡിയയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ഫ്യുനാനിലെ രാജ്ഞി സോമയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രാദേശിക സംഘം എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംഘത്തെ വളഞ്ഞു. അവർക്കിടയിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. നാടോടി കഥകൾ അനുസരിച്ച് പിന്നീട് നാഗവംശത്തിൽപ്പെട്ട സോമ കൗണ്ടിന്യയുമായി പ്രണയത്തിലാവുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തതോടെ സംഘർഷം അധികകാലം നീണ്ടുനിന്നില്ല. വിവാഹശേഷം ഈ ദമ്പതികൾ ഫ്യുനാൻ എന്ന രാജവംശം സ്ഥാപിച്ചു. അങ്ങനെ ഇന്നത്തെ കംബോഡിയ അഥവാ ദക്ഷിണ വിയറ്റ്നാമിൽ ആദ്യത്തെ ഇന്ത്യവൽക്കരിക്കപ്പെട്ട രാജ്യം രൂപപ്പെട്ടു. ചൈനീസ് സ്രോതസ്സുകളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് വന്ന വിയറ്റ്നാമിലെ ഖമർ, ചാംസ് രാജവംശങ്ങളും ഇന്നുവരെയും ഈ വിവാഹത്തിൽ നിന്നാണ് അവരുടെ വംശാവലി കണ്ടെത്തുന്നത്. ഇതാണ് ഐതിഹ്യം.